ഞാൻ മാരേജ് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കാനുള്ള റീസൺസ് ഞാനിവിടെ പറയാം. ആൻഡ് ഈ വീഡിയോസ് എനിക്ക് അറിയാവുന്ന എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല. അതായത് ഫാമിലി മെമ്പേഴ്സ് ആയാലും റിലേറ്റീവ്സ് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടാവും. സൈലൻ്റായിട്ട് കണ്ട് അവിടെ പോയിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിലല്ലാതെ വേറെ നാട്ടുകാരത്ത് പോയിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. പക്ഷേ ഐ ഡോണ്ട് കെയർ. അപ്പോൾ ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം കുറച്ച് സമയമൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ ലൈഫിൽ കുറേ ആൾക്കാർ എന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് അതിനർത്ഥം ആരും എന്നെ പിടിച്ച് അമർത്തി ഫോഴ്സ് ചെയ്തു ഉപദ്രവിച്ചു എന്നോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഡ്രീം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നില്ല ഒരിക്കലും നമ്മൾ മാരേജ് കഴിഞ്ഞ് പോണ വീട്. ആദ്യമൊക്കെ തോന്നുമെങ്കിലും പിന്നീട് അത് മാറാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നാമത് ഞാൻ ജീവിച്ച രീതി, എൻ്റെ വീട്, എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ്, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കത് ഒരു കംഫർട്ടബിൾ കുറഞ്ഞ പോലെ തോന്നി. പക്ഷെ ഞാൻ കുറച്ചൊക്കെ അവിടെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ബേബിക്ക് ആയ ശേഷമാണ് ഞങ്ങൾ വേറൊരു ബിസിനസ്സിൻ്റെ ഒരു റീസണ് കൂടി ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറുന്നത്. ഞങ്ങളുടെ ബിസിനസ്സും കൂടെ ആയപ്പോഴാണ് ഞങ്ങൾ ചേഞ്ച് ആവാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു മാറുന്ന സമയത്ത് അതായത് ആരും അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായില്ല. ലൈക്ക് എല്ലാവരും, അതായത് ഞങ്ങൾ 2 പേരുടെയും താല്പര്യം വെച്ചിട്ട് ഞങ്ങൾ മാറിയത്, ഞാനും എൻ്റെ ഹസ്ബൻഡും. പക്ഷെ നാട്ടുകാരും എല്ലാം വീട്ടുകാരും കൂടെ ഉണ്ടാക്കി തീർത്തത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ വീട്ടുകാരിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. അങ്ങനെയുള്ളൊരു ഭാവത്തിൽ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുകയാണെന്ന് അവരുടെ വീട്ടുകാരായാലും ശരി, അവരുടെ വീട്ടുകാർ പറഞ്ഞാൽ അതിലൊരു ലോജിക്ക് ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർ വരെ അങ്ങനെ പറഞ്ഞ് അത് എൻ്റെ ചെവിയിലെത്തിയിട്ടുണ്ട്. സോ അപ്പം കാലഘട്ടം മാറിയാലും ആളുകൾ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പെൺകുട്ടികൾ കല്യാണം കഴിയുന്നു, അതിനുശേഷം നമ്മുടെ കംഫേർട്ട് വിട്ട് നമ്മളെ ഒരു സ്ഥലത്ത് വേറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നമ്മളെ പറിച്ചെടുത്ത് ഇങ്ങനൊരു സ്ഥലത്ത് വലിച്ചെറിയല്ലേ ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഈ മാരേജസ് എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഒരിക്കലും നമുക്ക് കംഫർട്ടബിൾ 100% കംഫർട്ട് അല്ല എന്നല്ല, എന്നാലും നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ നമുക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന പോലെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കഴിക്കാൻ പറ്റുമോ? നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കിടക്കാനും നടക്കാനും സംസാരിക്കാനും എല്ലാത്തിലും ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് അവിടെ നിന്ന് സംസാരിക്കേണ്ടെന്നോ അല്ലെങ്കിൽ കഴിക്കേണ്ടെന്നോ അല്ല പറയുന്നത്, പക്ഷേ അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെ പ്ലേറ്റ് വന്ന് നോക്കാൻ ആൾക്കാരുണ്ട്, നമ്മളെ സൈലൻ്റായിട്ട് വാച്ച് ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലാവുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം കുറവായിരിക്കും. അതുകൊണ്ടുമാണ് ഒരു റീസൺ എന്ന് പറയുക. പിന്നെ നമുക്കൊരു ഫ്രീഡം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ ആണുങ്ങൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എവിടേക്കാണ് പോകണം, എന്തിനാ പോകണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ തോന്നുന്നു നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ടിരുന്ന. അതിനർത്ഥം പെൺകുട്ടികൾ അവനവൻ്റെ വീട്ടിൽ വന്നിരിക്കണമെന്നോ അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, അതേപോലെ ആൺകുട്ടിയും അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. പക്ഷേ ഇപ്പോഴും അത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു 80 to 90% ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിനർത്ഥം അവരെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ നോക്കണ്ടെന്നോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ്ടെന്നോ അല്ല എൻ്റെ വീട്ടുകാരെ ഒഴിവാക്കണം, അങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകാനും നമുക്കൊരു ടൈം ഗ്യാപ്പ് ആവശ്യമുണ്ട് 2 പേരെയും. ഇതിപ്പോൾ നമ്മൾ ലവ് മാരേജ് ആയാലും ശരി, അറേഞ്ച് മാരേജ് ആയാലും ശരി, ഒരു ഒപ്പീനിയനിൽ വ്യത്യാസങ്ങളുണ്ടാവും ആൻഡ് താല്പര്യങ്ങൾ വേറെ വേറെ ആവും, ആൻഡ് ലൈഫ് സ്റ്റൈല്, ഫുഡ്, ഇതൊക്കെ വേറെ വേറെ ആവും. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ ഒരു സ്ഥലത്താവുമ്പോഴാണ് ആ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. കാരണം പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ഇങ്ങനെ നമ്മളെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ചില ആൾക്കാരുണ്ട്. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ഒരു അറിവിൽ. ആ ഒരു അനുഭവം ബാക്കിയുള്ളവർക്കും കിട്ടണം, അല്ലെങ്കിൽ അവരനുഭവിച്ച അതേ പെയിൻ, അതേ ഒരു ബുദ്ധിമുട്ട്
അടുത്തടുത്ത തലമുറയും അനുഭവിക്കുന്നത് കാണണം എന്നുള്ള ഒരു ഫീലിംഗ് ആവാം ചിലപ്പോൾ ഇങ്ങനെ മാറി ചിന്തിക്കാൻ അവർക്ക് തോന്നാത്തത്. ഞാൻ അനുഭവിച്ചതല്ലേ, അപ്പോൾ പിന്നെ അവളും അനുഭവിക്കട്ടെ എന്നുള്ള ആ ഒരു ഇതാവാം. ഞാൻ ഇതിനർത്ഥം ആരും എന്നെ ഉപദ്രവിച്ചു എന്നോ ശല്യം ചെയ്ത് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമുക്കൊരു ഫ്രീഡം, നമുക്ക് നമ്മുടെ കിച്ചൺ, നമ്മുടെ ബെഡ്റൂം അങ്ങനെയുള്ള ഫീല് വരുന്നത് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചേഞ്ചായിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്നു. അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതുവരെയും അതങ്ങനെ കാര്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില ആൾക്കാർ രണ്ട് വീട്ട് സൈഡിലും ഉണ്ട്. അങ്ങനെ അതായത് വീട്ടുകാരെന്ന് പറയുമ്പോൾ വീട്ടിലുള്ള അമ്മ അച്ഛനല്ല, അതല്ലാതെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ചില ടീംസാണ് ഇങ്ങനെ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷെ ഞങ്ങൾ എടുത്ത ഒരു ഡിസിഷൻ നല്ലൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രശ്നങ്ങൾ കുറയ്ക്കാനും നമുക്ക് നന്നായിട്ടൊരു പ്രൈവസി കിട്ടാനും. പ്രൈവസി ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് എന്താ അവിടെ നിനക്ക് പ്രൈവസിക്ക് കുറവ് അങ്ങനെ ഒക്കെ ചിന്തിക്കാം. പക്ഷേ പ്രൈവസിക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുമ്പോൾ നല്ല ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡം, പ്രൈവസി അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നമുക്കിഷ്ടമുള്ള സമയത്ത് എവിടെ വേണമെങ്കിലും പോവാം, ഇഷ്ടമുള്ള സമയത്ത് എണീക്കാം, ഇഷ്ടമുള്ള സമയത്ത് കുക്ക് ചെയ്യാം, നമ്മുടെ ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് കഴിക്കാം, നമുക്കിഷ്ടമുള്ള രീതിക്ക് നമ്മുടെ കുട്ടിക്ക് ഫുഡ് കൊടുക്കാം. ഇതൊന്നും ഇനിയൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നത്തിലാവും. സത്യമാണ്, അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയൂ കേട്ടോ. നമ്മുടെ രീതിക്ക് നമ്മൾ നമ്മുടെ കുട്ടിയെ വളർത്തണം വിചാരിക്കും, പക്ഷെ ബാക്കിയുള്ളവരില്ലേ അവരുടെ രീതിയെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും കുറേ വീട്ടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പറയണമെന്നുണ്ടെങ്കിൽ. ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ലൈഫ് എന്താണെന്ന് മനസ്സിലാവുന്നത് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് എനിക്കും ഓക്കെയാണ്, എൻ്റെ ഹസ്ബൻഡിനും ഓക്കെ ആയിട്ട് തോന്നി. ഞങ്ങൾ രണ്ട് വീട്ടിലേക്കും മാറി മാറി പോയി വരാറുമുണ്ട്. അപ്പോൾ ഒരാൾക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ എത്തും, മറ്റേ അവിടത്തും എത്തും. അങ്ങനെ ഈക്വലായിട്ട് പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പോകാൻ തോന്നുന്നുണ്ട്. ആൻഡ് ഇതാണ് ഒരു രസവും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു മാരേജ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ടൈം, ഈ ഒരു ചെറുപ്രായം എന്നൊക്കെ പറയില്ലേ, ഈ ഒരു ടൈമിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ലോസാണ്. അതൊക്കെ ഡൗട്ട് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളെ അച്ഛനമ്മ അവർ എന്തിനോ വേണ്ടി സാക്രിഫൈസ് ചെയ്തു, എന്തിനാന്ന് അവർക്കെന്നെ അറിയില്ല. പക്ഷേ ഇപ്പം അവർ ലോകം കണ്ടിട്ടില്ല, ഒരു ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ആഗ്രഹിച്ച ജോലിക്ക് പോയിട്ടില്ല, ആഗ്രഹിച്ച ഭക്ഷണങ്ങൾ പകുതിയും കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇടുങ്ങിക്കൂടിയ ഒരു സ്ഥലത്ത് ഒരു ചിന്താഗതിയോടുകൂടി ജീവിച്ച് തീർത്ത് കുറേ ആൾക്കാർ അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ. നമ്മളും അതുപോലെ ആവണോ? നമ്മൾ ഉള്ള ലൈഫ് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, അല്ലാതെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അതേപോലെ ആർക്കെങ്കിലും വയ്യാതാവുന്നു, ഇപ്പോൾ എല്ലാവർക്കും ഒരു ഏജ് കുറവ് തന്നെയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് യങ് കപ്പിൾസായിട്ട് മാരേജ് കഴിഞ്ഞിരിക്കുന്നതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നതാവും നല്ലത്. കാരണം വർഷങ്ങൾ കൂടെ നമുക്ക് ഏജ് ആവും, നമ്മുടെ കുട്ടികൾക്ക് ഏജ് ആവും, നമ്മുടെ പേരൻസിനും ഏജ് ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരുടെ കൂടെ വേണം. അപ്പോൾ ആ സമയത്ത് നമ്മളെ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ആ സമയത്ത് നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യാൻ നമ്മൾ അവരുടെ കൂടെ വേണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഇതിലെന്താ തെറ്റെന്ന് എനിക്കറിയില്ല. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവർ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നത് കണ്ടാൽ ചില വീട്ടുകാർക്ക് കടിയാണ്, ചില വീട്ടുകാർക്ക് അപ്പം ഭയങ്കരമായിട്ട് ചൊറിച്ചിലാണ്. എന്തിനാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട്? ഇതൊക്കെ നമ്മൾ ആരോടും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. ചൊറിയാൻ ഇങ്ങനെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ അവിടെ നിന്ന് വിട്ട് നിൽക്കുക. എപ്പോഴെങ്കിലും ഒന്ന് പോകുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. ഇപ്പോഴൊക്കെ പറഞ്ഞാൽ പണ്ടത്തേലും വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹം കൂടി. ആൻഡ് ഒരുപാട് നമ്മൾ വരുന്നതും പോകുന്നതൊക്കെ അവർ അത്രയും ആഗ്രഹിക്കുകയാണ്. ആൻഡ് പണ്ടത്തെ ആ ഒരു ചിന്താഗതി മാറി. എനിക്കായാലും ശരി അവർക്കായാലും ശരി ഭയങ്കര ഹാപ്പിനെസ്സാണ് ഇപ്പം മൊത്തം ഫാമിലീസിനും. അതിനൊക്കെ ഈ ഒരു കാര്യം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ആൻഡ് അതേപോലെ എൻ്റെ കാര്യത്തിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് വന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ചെയ്യുന്നുള്ള, അപ്പോൾ വീട്ടുപണിയായാലും ശരി എല്ലാം ഞാൻ എൻ്റെ ഭാഗത്തും പറയണമല്ലോ.
എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയാലും ഫിനാൻഷ്യൽ പൈസ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അതാ എൻ്റെ രീതിക്ക് നടന്നോളും എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് കുറവായിരിക്കും. പക്ഷെ നമ്മളൊരു വീടെടുത്ത് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ചിട്ടകൾ വരും, ആൻഡ് കുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരും, വീട് നോക്കണം, എല്ലാ കാര്യങ്ങളാവുമ്പോൾ പെൺകുട്ടി ആയാലും ഒരു ചിട്ടയ്ക്കാവും. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് നന്നായിട്ട് വരും. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ധൈര്യം ആൻഡ് കേപ്പബിലിറ്റി വരും. അതേപോലെ ആണിനും തൻ്റെ കുടുംബത്തെ നോക്കണം, പോറ്റണം, ഇതാക്കണം. പെണ്ണിനും കുടുംബം നോക്കണം, ആണിനും കുടുംബം നോക്കണം. രണ്ട് പേർക്കുള്ള ആ ഒരു ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത്തും സ്റ്റാമിനയും ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്നതോടെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇത്രയും കാരണങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവർ യാതൊരു പ്രശ്നമില്ല. ഫാമിലീസ് തമ്മിൽ പ്രശ്നങ്ങൾ കുറവായിരിക്കും. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരുടെ ഫാമിലീസ് തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം എന്താ, എന്നും കാണുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ സമയത്ത് ഭയങ്കര സ്നേഹം കൂടുതലേ ഉണ്ടാവുള്ളൂ, ഇഷ്ടം കൂടുകയുള്ളൂ, കുറയില്ല. സോ ഞാൻ എൻ്റെ ലൈഫിൽ പല ഡിസിഷൻസും ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും, പാളിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഡിസിഷൻ കുറേ പേര് തെറ്റാണെന്ന് പറഞ്ഞാലും എനിക്കിതൊരു വലിയ ശരിയായിട്ടാണ് തോന്നുന്നത്. അതേപോലെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അതിനും പ്രശ്നങ്ങളായിരുന്നു. പ്രശ്നം മീൻസ് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഗോസിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ട, അവിടെ പോയിട്ട് അവർ എന്നെ മാറ്റും, എൻ്റെ വീട്ടുകാർ എന്നെ മാറ്റിയിട്ട് എൻ്റെ വീട്ടിൽ തന്നെ വെക്കും, അങ്ങോട്ടേക്ക് വരാൻ സമയം. അങ്ങനെയുള്ള പലതരത്തിലുള്ള വൃത്തികെട്ട ചിന്താഗതിയുള്ള ചില ആൾക്കാർ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മളെ വീട്ടുകാർ കാരണമല്ല പ്രശ്നങ്ങൾ ശരിക്കും ഉണ്ടാകുന്നത്. ഈ കൂടുള്ള ചില റിലേറ്റീവ്സ് ഉണ്ട്, അവരാണ് ഈ പ്രശ്നം മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ ചില ആൾക്കാരുണ്ട്. അവർ കാരണമാണ് തോന്നുന്നു ഈ പ്രശ്നങ്ങൾ മാക്സിമം ഉണ്ടാവാനുള്ള കാരണം. അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ പോയി നമ്മൾ കുറേ പേരുടെ വീട്ടിൽ ഇപ്പോഴും പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ എന്തിനാ ആർക്ക് വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇതൊക്കെ നമ്മൾ പെൺകുട്ടികൾ നമ്മളെ ഉണ്ടാക്കി കൊടുക്കുന്ന ചില ഇതല്ലേ. ആദ്യം കല്യാണം കഴിഞ്ഞ് പോയ ശേഷം നമ്മൾ തന്നെ പെർമിഷൻ ചോദിച്ചു പോവുക. വെളിയിൽ പോകുമ്പോൾ പെർമിഷൻ ചോദിക്കുക, കടയ്ക്ക് പോകുമ്പോൾ പെർമിഷൻ ചോദിക്കുക, അതേപോലെ സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ പെർമിഷൻ. എന്നാൽ ഇവരാരാ നമുക്ക് പെർമിഷൻ തരാൻ? നമ്മൾ വേണ്ടാത്ത പരിപാടിക്കല്ലല്ലോ പോണത് അവർ സമ്മതിക്കാതിരിക്കാൻ. ആരുടെയും പെർമിഷൻ നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ വീട്ടിൽ പോകാനും നമുക്കൊരു അത്യാവശ്യ സാധനം വാങ്ങിക്കാനും ആരുടെ പെർമിഷനും ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടല്ല ഇരിക്കുന്നതെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവില്ലേ, അത് നമ്മൾ ആർക്ക് വേണ്ടിയും പേടിക്കേണ്ട ആവശ്യമില്ല, വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു വട്ടം താഴ്ന്ന് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും താഴ്ന്നു കൊടുക്കണ്ട എന്നല്ല, എന്നാൽ ചില കാര്യങ്ങളുണ്ട് അതിനൊക്കെ നമ്മളിങ്ങനെ പേടിച്ച് അവരെ അടുത്ത് പെർമിഷൻ അങ്ങനെയൊക്കെ ചോദിക്കാൻ നിന്നാൽ നിങ്ങളുടെ ലൈഫ് ടൈം മൊത്തം അതിരുണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ഞാൻ ആർക്കും വേണ്ടിയിട്ടും വിട്ടു കൊടുക്കില്ല. അത് എൻ്റെ ലൈഫിൽ എൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ്സാണ്. അത് ആരെയും ബാധിക്കാത്ത സമയത്തോളം അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞാൻ എന്നെ കീപ്പപ്പ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നീറ്റായിട്ടുള്ള ഒരു ഡ്രസ്സ് വിയർ ചെയ്യാൻ എനിക്ക് ആരുടെയും പെർമിഷൻ ആവശ്യമില്ല. നീ ഇന്ന കളർ ഇടാൻ പാടുള്ളൂ, നീ ഇന്ന മോഡലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, നീ ഇങ്ങനെ ഹെയർ കെട്ടാൻ പാടുള്ളൂ, ഇങ്ങനെ പൊട്ട് വെക്കണം, ഇങ്ങനെ കുങ്കുമം വെക്കുക, പൊട്ട് വെക്കുക, മാല വെക്കുക, ഡ്രസ്സ് സെലക്ട് ചെയ്യുക, അതൊക്കെ അവനവൻ്റെ ചോയ്സാണ്. അതിൽ ഇന്നൊരാൾ ഇടപെടുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും വിട്ടു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പറയേണ്ട കാര്യം ഫ്രാങ്കായിട്ട് മുഖത്ത് നോക്കി പറയേണ്ട കാര്യങ്ങൾ പറയുക. ഇത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ ഈ ഒരു ഷർട്ട് ഇടുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവമുണ്ടോ? ഇല്ല. ഞാൻ നീറ്റായിട്ട് എൻ്റെ ശരീരം എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ ഞാൻ നീറ്റായിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം. അതിനിവിടെ ആർക്കാ പ്രശ്നം? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പക്ഷെ അതിൽ പ്രശ്നമുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇതുവരെ എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. ആൻഡ് അതിൻ്റെ ആവശ്യവും എനിക്കില്ലെന്ന് തോന്നുന്നു. കാരണം ബാക്കി എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ ബാക്കിയുള്ളവരെ നോക്കിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു. അതേപോലെ തന്നെയാണ്
ബേസിക്കായിട്ട് ബാക്കിയുള്ളവരെ പോയി ഉപദ്രവിക്കാത്ത രീതിയിലുള്ള എന്ത് കാര്യവും നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അത് ബാക്കിയുള്ളവരത്തെ ചോദിച്ച് അവരുടെ പെർമിഷൻ വാങ്ങി പേടിച്ച് ഇങ്ങനെ വിറച്ച് അതൊന്നും ആവശ്യമില്ല. അവരിപ്പോൾ എന്താ ചെയ്തോട്ടെ, നമ്മളെന്തിനാണ് പേടിക്കേണ്ടത്? അതിനൊന്നും പേടിക്കണ്ട. ആൻഡ് രണ്ടാമത്, നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകണം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതണം, ഇതിനൊന്നും ആരുടെയും പെർമിഷൻ ആവശ്യമില്ല. ഇത് എൻ്റെ ലൈഫാണ്, എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് കൊണ്ടോ എക്സാം എഴുതാൻ പോകുന്നത് കൊണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ? ഇല്ല. അവരുടെ എന്തെങ്കിലും ഒരു ദിവസം കട്ടായി പോകുമോ അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കുറയോ? ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. കുറേ ആൾക്കാരുടെ അടുത്ത് എന്തുകൊണ്ടാണ് കുങ്കുമം വെക്കാത്തത്, എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഈ താലിയിടാത്തതും കുങ്കുമം വെക്കുന്നതും അത് അവരവരുടെ കംഫർട്ടബിലിറ്റിയാണ്, അവരവരുടെ ഇഷ്ടങ്ങളാണ്. എനിക്ക് കുങ്കുമം വെക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ കുങ്കുമം വെക്കും. അതേപോലെ തന്നെയാണ് എനിക്ക് വള ഇടാൻ ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ വള ഇടും, അല്ലെങ്കിൽ ഞാൻ ഇടില്ല. ഞാൻ ഈ ഒരു സംഭവം മാത്രം, അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ. ഇത് ഞാനെന്തിനാ ആദ്യമൊക്കെ ഞാൻ അയ്യോ ഇവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ തന്നെ മനസ്സിലാക്കി നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ബാക്കിയുള്ളവരെ പേടിച്ചിട്ട് അല്ലല്ലോ നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഒരു വളയും പൊട്ടും വെക്കാനൊക്കെ നമ്മൾ ബാക്കിയുള്ളവരെ പേടിക്കണോ? അങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറേ ചേഞ്ചസ് ഉണ്ടായി കേട്ടോ. നിങ്ങൾ അതേപോലെ ചിന്തിച്ച് നോക്ക്. അല്ലാതെ ഇങ്ങനെ പേടിച്ച് ബാക്കിയുള്ളവർക്ക് പേടിച്ചിട്ട് നമ്മുടെ സ്വന്തം എന്താ പറയുക ഒരു ചുരിദാർ ഇടാൻ പേടിക്കുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ നാട്ടുകാരെ മൊത്തം പേടിക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കറക്റ്റാണ്, നമ്മൾ നീറ്റാണ് എന്നുള്ള ആ ഒരു ടൈം വരെ നമ്മൾ ആരെയും പേടിക്കേണ്ടതായിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇങ്ങനെ ഞാൻ ഈ സംസാരിച്ചിട്ടുള്ള ഈ വീഡിയോസ് കുറവാണ് എൻ്റെ ചാനലിൽ. ഇഷ്ടമായെങ്കിൽ പറയാം കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു പോവാം. ആൻഡ് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസിൻ്റെ വീഡിയോ കാണാത്തവർ അത് പോയിട്ട് കാണുക കേട്ടോ. അത് നല്ല ഒരു വീഡിയോ ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അത് കേട്ട് കഴിഞ്ഞാൽ അതിൽ ഒരേ ഒരു കമൻറ്റേ വന്നിട്ടുള്ളൂ, പക്ഷെ ഒരു നല്ലൊരു കമൻറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊരു ആൺകുട്ടിയാണ് ആ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പെൺകുട്ടികളെ കണ്ടിട്ട് മിണ്ടാ പോകുന്നു എന്നാൽ ഒരു ആൺകുട്ടി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊരു കമൻറ്റ് ഇടുന്നു ആ ഒരു ഡെലിവറി വീഡിയോനെ കുറിച്ച്. ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഡെലിവറി എക്സ്പീരിയൻസ് വീഡിയോ കാണാത്തവർ എന്തായാലും കാണാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, പറ്റണമെങ്കിൽ ഇവിടെ ഐക്കോണിൽ എവിടെയെങ്കിലും കൊടുക്കുകയും ചെയ്യാം കേട്ടോ.